ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ മലകളാണ് കുറുവൻ കുറുത്തി മലകൾ. ഈ മലകൾക്കു പിന്നിൽ പല കഥകളും ഐതിഹ്യങ്ങളും മറഞ്ഞിരിക്കുന്നു. പണ്ടെങ്ങോ വേർപിരിഞ്ഞു പോയ രണ്ടു മലകൾ ആരും അറിയാതെ കൊടും കാടിനുള്ളിൽ തലയുയർത്തി നിൽക്കുന്നു. ആധുനിക കാലത്ത് മനുഷ്യന്റെ കണ്ണിലുടക്കി അന്നു മുതൽ ആ മലകളുടെ ചരിത്രം തുടങ്ങുന്നു. പിന്നീട് വേർപിരിഞ്ഞു പോയ മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു അണക്കെട്ട് ഉയർന്നു വന്നു. അതാണ് നമ്മുടെ സ്വന്തം ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടിന്റെ ഇടതും വലതുമായി നിലനിൽക്കുകയാണ് കൂറ്റൻ പാറക്കെട്ടുകളായ കുറുവനും കുറുത്തിയും. കുറുവന്റെയും കുറുത്തിയുടെയും പ്രതാപത്തിൽ നിന്ന് മങ്ങൽ ഏറ്റിരിക്കുന്നു. അതിനു കാരണം ഇടുക്കി അണക്കെട്ടു തന്നെ. കുറുവൻ കുറുത്തി മലകളെക്കുറിച്ച് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിലൊരു കഥയാണ് ശ്രീരാമന്റെയും സീതാദേവിയുടെയും. വനമാസകാലത്ത് ശ്രീരാമനും സീതാദേവിയും പെരിയാറിന്റെ കരയിൽ എത്തിയത്രേ. യാത്രാ ക്ഷീണം മൂലം തളർന്ന് അവർ പെരിയാറിൽ ഇറങ്ങി കുളിച്ചു ക്ഷീണം തീർത്തു. അപ്പോൾ ആ വഴി വന്ന കുറുവനും കുറുത്തിയും രാമന്റെയും സീതയുടെയും സൗന്ദര്യം കണ്ട് അന്തിച്ചു നിന്നു. കുറുവനും കുറുത്തിയും ഒരു പാറയുടെ മറവിൽ നിന്ന് ശ്രീരാമന്റെയും സീതാദേവിയുടെയും കുളിയും സല്ലാപവും കണ്ടു രസിച്ചു നിന്നു. എന്നാൽ സീതാദേവി അവരെ കാണുകയും തങ്ങളുടെ സ്വൈരസല്ലാപം ഒളിച്ചു നിന്നു കണ്ട അവരെ ശ്രീരാമനോട് പരാതിപ്പെടുകയും ചെയ്തുവത്രേ. കുപിതനായ രാമൻ അവർ പരസ്പരം വേർപിരിഞ്ഞ് പാറകളായി മാറാൻ ശപിച്ചു. അങ്ങനെ കുറുവനും കുറുത്തിയും പെരിയാറിന്റെ ഇരുകരകളിലും കൂറ്റൻ പാറക്കെട്ടുകളായി മാറി. അവരുടെ ദയനീയമായ അപേക്ഷ സ്വീകരിച്ച് ശ്രീരാമൻ കലികാലത്ത് മനുഷ്യർ അവരെ ഒന്നാക്കി മാറ്റുമെന്നും ശാപമോക്ഷം നൽകുകയും ചെയ്തു. കുറുവൻ കുറുത്തി മലകൾ തമ്മിൽ ബന്ധിച്ച ഇടുക്കി അണക്കെട്ട് അങ്ങനെയാണ് ഉണ്ടായതെന്നും ഇവിടത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നു. അതുപോലെ മറ്റൊരു കഥയാണ്. ഇടുക്കി പ്രദേശത്ത് കുറുവർ താമസിച്ചിരുന്നുവെത്രേ. അവിടെ മാരൻ, കന്നി എന്നുള്ളവർ പ്രണയത്തിലാവുകയും ഇന്നത്തെ അണക്കെട്ട് നിൽക്കുന്ന ഭാഗത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്തുവത്രേ. അവിടെ ഉണ്ടായിരുന്ന മലകളാണ് കുറുവൻ കുറുത്തി എന്നിങ്ങനെ പേര് കിട്ടി എന്നും പറയപ്പെടുന്നു. കഥകൾ എന്തുതന്നെയായാലും 1922 കൊലുമ്പനാണ് ഈ മലകളെ പുറം ലോകത്തേക്ക് കാണിച്ചു തന്നത്.